മക്കളെ, +1 ക്രിസ്മസ് എക്സാമിന് ഇനി നമുക്ക് നേരിടാനുള്ളത് +1 കെമിസ്ട്രിയാണ്. ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് നമുക്ക് +1 കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. ഈ ഒരു അവസാന സമയത്ത് കൂടുതൽ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് സാർ ഒന്ന് പാസ്സായാൽ മതി, ആ പാസ്സാവാനുള്ള കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെ ഉണ്ടായി അത് പറഞ്ഞു തരാമോ, അത് മാത്രം പഠിച്ചു പോയിട്ട് ഒന്ന് പാസ്സായി എടുക്കാനാണെന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾ റിവിഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, റിവിഷൻ കഴിഞ്ഞവരാണെങ്കിലും ശരി, ഇതുവരെ ഒരു ചാപ്റ്റർ പോലും പഠിക്കാത്തവരാണെങ്കിലും, ചാപ്റ്ററിന്റെ പേര് പോലും അറിയാത്തവരാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ള കാര്യവും പറഞ്ഞുതരാം. ആ ഓരോ ചാപ്റ്ററും നിങ്ങൾ നിർബന്ധമായും പഠിച്ചു പോവേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായി ഈ ടോപ്പിക്സ് കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡബിൾ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടും. അതായത് 60% കൂടുതൽ മാർക്ക് ഉറപ്പായും ലഭിക്കും. റിവിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഉറപ്പിച്ചോളൂ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഈ ഓരോ ടോപ്പിക്കിനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള സൂപ്പർ 6ൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും മിസ്സാക്കരുത്. നിങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ എത്രയോ മണിക്കൂർ മുൻപ് തന്നെ അവരെല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നുള്ളതായിരിക്കും. അതായത് നിങ്ങൾ നാളെ രാവിലെ ഇരുന്ന് കാണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ രാത്രിയോടുകൂടി തന്നെ പഠിച്ച് തീർത്തുകൊണ്ട് സെറ്റായി കോൺഫിഡന്റ് ആയിരിക്കുന്ന അനവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. ലൈവിൽ തന്നെ ഇന്ന് കാണുവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ലൈവിൽ തന്നെ ആൻസർ പറയുവാൻ ശ്രമിക്കണം. ഉഷാറാക്കണം. അറിയാത്ത ചോദ്യങ്ങൾക്കും അറിയുന്ന ചോദ്യങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് ആൻസർ ലഭിക്കുക തന്നെ ചെയ്യും. നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം സ്കോർ, ഞാൻ പറയുന്നത് 90% മുകളിൽ മാർക്കാണ്. ഫുൾ മാർക്ക് തന്നെ ലഭിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചുമ്മാ ഡയലോഗ് ആണെന്ന് തോന്നും. നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഈ ഡയലോഗ് എല്ലാം ഓർക്കും. ഓരോ ചാപ്റ്റർ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചു നിങ്ങൾ എല്ലാവരും ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വേഗം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കെമിസ്ട്രി ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, മാറ്റർ എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കി വെച്ചോളൂ. അതിന് ഇമ്പോർട്ടൻസ് നൽകി. പിന്നെ ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതിയോ സാർ, ഇത് മാത്രം ഇതിലല്ലാത്ത ടോപ്പിക് ഒന്നും പഠിക്കേണ്ടതില്ലേ? അങ്ങനെയൊന്നുമല്ല. പഠിച്ചു കഴിഞ്ഞവരെല്ലാം സെറ്റാണ്. ഇതൊന്നും പഠിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായി ഇത് നോക്കിയിരിക്കണം എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഇത് പഠിച്ചിരിക്കണം ഉറപ്പായും. ഇതിൽ നിന്നെല്ലാം ഓർ ക്വസ്റ്റൻ അടക്കമുള്ള ചോദ്യങ്ങൾ ഉറപ്പായും വരും. നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം തന്നെ. 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഉണ്ട്. ആ 5 ലോസും എന്തൊക്കെയാണെന്ന് പഠിക്കണം. സയന്റിസ്റ്റിന്റെ പേര് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കണം. എക്സാമ്പിൾ സഹിതം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. റെഡി. എക്സാമ്പിൾ തന്നിട്ട് ഏത് ലോ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അതും നിങ്ങൾക്ക് എഴുതുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ഡാൽട്ടൺ അറ്റോമിക് തിയറി ഒരു 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 5 പോയിന്റ് പഠിക്കുക, ഏതെങ്കിലും 4 പോയിന്റ് എഴുതുക, നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. മോൾ കൺസെപ്റ്റ് എന്താണെന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് ഇക്വേഷൻ സെറ്റാണ്, കൺസെപ്റ്റ് സെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. എംപിരിക്കൽ ഫോർമുല എന്താണെന്ന്, മോളിക്കുലർ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എംപിരിക്കൽ ഫോർമുല എങ്ങനെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്, തന്നിരിക്കുന്ന ഓരോ എലമെന്റുകളും അവരുടെ മാസ് പെർസെന്റേജ് തന്നാൽ എങ്ങനെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം എന്ന് പറയുന്ന പ്രോബ്ലം 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എംപിരിക്കൽ ഫോർമുല എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ വേഗം പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സ്പീഡ് കൂടുതൽ തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യുക, 0.75x ഇട്ട് കാണുക അല്ലെങ്കിൽ 0.5x ഇട്ട് കാണുക. കാരണം ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ലിമിറ്റഡ് റിയേജന്റ് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാനാവാത്തൊരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്റർ. എന്താണ് ലിമിറ്റഡ് റിയേജന്റ് എന്ന് പഠിച്ചിരിക്കണം. ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ആയിട്ട് പ്രോബ്ലങ്ങൾ അടക്കം ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റാവാത്തതുണ്ടെങ്കിൽ ഉറപ്പായി ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ വരിക. സൂപ്പർ 6 നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്, നമ്മളിവിടെ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ് എന്നീ ആളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇക്വേഷൻസ് ഒക്കെ സെറ്റ് ആക്കേണ്ടതുണ്ട്. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഇന്ന് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. സ്ട്രക്ചർ ഓഫ് ആറ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയൊരു ചാപ്റ്ററാണ്. +1 കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിർബന്ധമായി നിങ്ങൾ ഇവിടെ നോക്കി പോകേണ്ട ടോപ്പിക്സ് ഏതെങ്കിലും പറഞ്ഞുതരാം. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, കാഥോഡ് റേ ട്യൂബ് ഇല്ലേ, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്, ജെ തോംസന്റെ അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കണം. ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ ഐസോട്ടോപ്പ്, ഐസോട്ടോൺസ് എന്നുള്ള എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. തന്നിരിക്കുന്ന ഏതാണ് ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എന്നുള്ള കാര്യം ചോദിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒക്കെ ചോദിക്കും. റൂദർഫോർഡ് അറ്റോമിക് മോഡൽ, അതിൽ നമുക്ക് ഒബ്സർവേഷൻ, റൂദർഫോർഡ് അറ്റോമിക് മോഡൽ നമ്മൾ പറയുന്നത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വെച്ചോണാണ്. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ ഉണ്ട് 3 പോയിന്റ്, കൺക്ലൂഷൻ ഉണ്ട് 3 പോയിന്റ്, അറ്റോമിക് മോഡൽ ഉണ്ട് 3 പോയിന്റ്, ഡിമെറിറ്റ് അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട് 2 പോയിന്റ്. ഇതെല്ലാം പഠിച്ച് സെറ്റാക്കിയിരിക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഫോട്ടോ ഇലക്ട്രോൺസ് എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പ്രോബ്ലം അവിടെ നിന്നായിരിക്കും ചോദിക്കുക. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നും ഫോട്ടോ ഇലക്ട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും കൂടുതലായിരിക്കും എക്സാമിന് വരുന്നുണ്ടായിരിക്കുക. ബോർ മോഡൽ എന്താണെന്നുള്ളത്, ബോർ മോഡലിലെ ഫീച്ചേഴ്സ് മാത്രം സെറ്റാക്കി വെച്ചോളൂ. അതിന് ലിമിറ്റേഷൻസ് ഒരു 4-3 പോയിന്റ് പറയുന്നുണ്ട്. അത് മാത്രം സെറ്റാക്കി വെച്ചാൽ മതി, വേറെ അങ്ങോട്ട് നോക്കാനില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം, ലൈമ ബാൽമ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറയുന്ന സീരീസ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അതിൽ വേവ് നമ്പർ =10677 into 1/n1 square minus 1/n2 square centimeters to -1 എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, അത് അറിഞ്ഞിരിക്കണം. പഠിച്ചവർക്ക് ഞാൻ ഈ പറഞ്ഞ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. പഠിക്കാത്തവർ നിർബന്ധമായും ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം അറിയുവാനായിട്ട് സാധിക്കും. ഒന്ന് പോസ് ചെയ്ത് ഞാൻ ഇതിന്റെ സബ് ടോപ്പിക്സ് ഒക്കെ പറയുമ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക.
ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞു. ഡി ബ്രോയ്സ് ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മാത്രമേ വേണ്ടുള്ളൂ. വേറെ സീനുള്ള കാര്യമില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വേവ് ക്യാരക്ടർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. നിർബന്ധമായും എക്സാമിന് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതോടൊപ്പം തന്നെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന് പറയുന്ന ആ ഇക്വേഷൻ സെറ്റ് ആക്കിയിരിക്കണം. അതും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കത്തേ ഉള്ളൂ. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നുള്ള അറിയിക്കണം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നതും ക്വാണ്ടം നമ്പേഴ്സ് പാംസ് PAMS പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന പാംസ് എന്ന് പറയുന്ന രീതിക്ക് പറഞ്ഞ് ഓർപ്പിച്ച് തന്നിരുന്നു. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ്? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈ പറഞ്ഞ 4 ക്വാണ്ടം നമ്പർ മാത്രം എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് 4 മാർക്കിനാണ് ചോദിക്കുക. 4 ക്വാണ്ടം നമ്പേഴ്സ് എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഷേപ്സ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ, എസ് ഓർബിറ്റലിന്റെയും പി ഓർബിറ്റലിന്റെയും ഡി ഓർബിറ്റലിന്റെയും ഷേപ്പ് വരയ്ക്കേണ്ടി വരും. പി ഓർബിറ്റലും ഡി ഓർബിറ്റലും എന്ന് പറഞ്ഞാൽ PX PY PZ വരയ്ക്കണം. ഡി ഓർബിറ്റൽ ആണെങ്കിൽ DXY DYZ DXZ DX2 Y2 DZ2 എന്ന് പറയുന്ന 5 ആളുകളെ വരയ്ക്കണം. പിന്നെ എസ് ഓർബിറ്റലിനെ വരയ്ക്കാൻ പറഞ്ഞാൽ 1s അല്ലെങ്കിൽ 2s അല്ലെങ്കിൽ 3s ചോദിക്കും. 2s വരയ്ക്കാനാണ് കൂടുതലായിട്ടും ചോദിക്കുക. റൂൾസ് ഫോർ ഫില്ലിംഗ് അറ്റോമിക് ഓർബിറ്റ്സ്, ഹാഫ് പ്രിൻസിപ്പിൾ, പോളിസിസ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഈ 3 ലോയും ഉറപ്പായും എക്സാമിന് വന്നിരിക്കും. ഈ 3 ലോയിൽ ഏതെങ്കിലും ഒരു ലോ 1 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 3ഉം കൂടെ ചേർത്ത് 3 മാർക്കിനും ചോദിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. നാളെ ഉച്ച വരെ നമുക്ക് സമയമുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ച് പോയേ പറ്റും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രയോജനമായി തോന്നുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്താണ് ഈ അവസാന സമയത്ത് പഠിക്കേണ്ടതെന്ന് അറിയാതിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളിലോട്ട് ഇത് ഇപ്പോൾ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ താഴത്ത് ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേഗം എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ടും പ്ലസ് 1 സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ടും മാക്സിമം ഷെയർ ചെയ്യുക. വൈകുന്നേരത്തിനുള്ളിൽ രാത്രിക്കുള്ളിൽ എല്ലാവർക്കും ഈ ടോപ്പിക്സ് എത്തട്ടെ. എല്ലാവരും ഇരുന്ന് പഠിച്ചു തുടങ്ങട്ടെ. ഇവിടെയും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ 3ാമത്തെ ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററാണ്. പക്ഷേ എല്ലാവർക്കും മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മെന്റലി പീരിയോഡ് ടേബിളിന്റെ മെറിറ്റും ഡിമെറിറ്റും നിർബന്ധമായി നോക്കി പോവേണ്ടതാണ്. ഉറപ്പായും ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. മോഡേൺ പീരിയോഡ് ടേബിളിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്ലോക്ക് പീരീഡ്, ഗ്രൂപ്പ് എന്ന് പറയുന്ന പല ഭാഗങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അതിന്റെ ട്രെൻഡും മറ്റു കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള ആ ഓരോ എലമെന്റുകൾക്കും എങ്ങനെ പേര് കൊടുക്കുക, ഉണ്ണൊണ്ണുളിയം എന്ന സാധനം ഉണ്ടല്ലോ, അത് സെറ്റ് ആക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും എഴുതാൻ സാധിക്കും. ആ ഒരു ബോക്സ് മാത്രം പഠിച്ചാൽ മതി. പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടി ജനറൽ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഓരോ പീരീഡിലെയും ആദ്യത്തെ എലമെന്റുകൾ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ സെക്കൻഡ് പീരീഡിൽ വരുന്നത് കണ്ടോ, സെക്കൻഡ് പീരീഡിൽ കിടക്കുന്ന എലമെന്റുകൾ അവസാന 2 ഗ്രൂപ്പിൽ അല്ലാതെ ബാക്കി എല്ലാ ഗ്രൂപ്പിലെയും ആദ്യത്തെ എലമെന്റിനെ കുറിച്ച് പഠിക്കണം. ആ ആദ്യത്തെ എലമെന്റ് താഴത്തെ കിടക്കുന്ന മറ്റേ എലമെന്റിൽ നിന്നും അനോമൽസ് ബിഹേവിയർ കാണിക്കും, വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കും. അത് ഗ്രൂപ്പിന്റെ തലപ്പത്ത് കിടക്കുന്നവൻ തൊട്ട് താഴെയുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കും. അതിന് കാരണം എന്താണ് എന്നാണ് ചോദിക്കുക. അതിനുള്ള റീസൺ പഠിച്ചു വെച്ചേക്കണം. ഡയഗണൽ റിലേഷൻഷിപ്പ്, ആരൊക്കെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുക എന്നും എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പഠിച്ചു വെക്കണം. നിർബന്ധമായും പഠിച്ചു വെച്ചിട്ടും ഇത് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, റെഡി. 4ാമത്തെ കെമിക്കൽ ബോണ്ടിങ് നോക്കണേ നിങ്ങൾ. സ്ട്രക്ചർ ഓഫ് ആറ്റംസിനോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുന്ന വളരെ വമ്പനായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെയിറ്റേജ് വളരെ കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചു നിങ്ങൾ എല്ലാവരും ഉറപ്പ് വരുന്നത്. ഒന്ന് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറും ഒക്ടറ്റ് റൂളും. അത് രണ്ടും ഒരുമിച്ചിട്ടേ ഉള്ളൂ. വേറെ ഒരുപാട് പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ. അപ്പോൾ ഒക്ടറ്റ് റൂൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന്റെ ലിമിറ്റേഷൻസ് അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ഒക്ടറ്റ് റൂളൊക്കെ പറഞ്ഞു പോവുക. കോവലന്റ് ബോണ്ടും അയനിക് ബോണ്ടും എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ച് വെച്ചേക്കും. ഫെജൻസ് റൂൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഫെജൻസ് റൂൾ എന്ന് പറയുന്നത് NH3യുടെയും NF3യുടെയും ഡൈപോൾ മൊമെന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ട് മുമ്പായിട്ട് ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ഓർഡർ, ഈ ബോണ്ട് ഡൈപോൾ, ബോണ്ട് ആംഗിൾ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചേക്കാം, അതൊന്ന് പഠിച്ചേക്കണേ. പിന്നെ NH3യുടെയും NF3യുടെയും ഡൈപോൾ മൊമെന്റ്, അതിന്റെ സ്ട്രക്ചർ അടക്കം വരച്ചാണ് പറയുന്നത്. ആർക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ, ആർക്കാണ് ഡൈപോൾ മൊമെന്റ് കുറവ്, കൂടാൻ കാരണം എന്താണ്, കുറയാൻ കാരണം എന്താണ്, റീസൺ ആണ് ചോദിക്കുക. 3 മാർക്കിന് ചോദിക്കും. അത് VSEPR തിയറി ഫീച്ചേഴ്സ് ആണ്. 4-5 പോയിന്റ് ഉണ്ടായിരിക്കും, 5 പോയിന്റ് ഉണ്ടല്ല. ആ പോയിന്റുകൾ എഴുതാൻ പറയുക. VSEPR തിയറിയിൽ ഓരോ പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. VB തിയറി അഥവാ വാലൻസ് ബോണ്ട് തിയറി. ഈ VB തിയറി പഠിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നിങ്ങൾ VB തിയറി എന്താണെന്ന് അത്ര അറിഞ്ഞിരുന്നില്ലെങ്കിലും അതിനകത്തുള്ള സബ് ടോപ്പിക് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. SS ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ്, ആക്സൽ ഓവർലാപ്പിംഗ്, സംതിങ് ഉണ്ടല്ലോ, അത് ഫുള്ള് സെറ്റ് ആക്കിയിരിക്കണം കേട്ടോ. അതിലാണ് സിഗ്മ ബോണ്ട്, പൈ ബോണ്ടുകളെല്ലാം വരുന്നത്. ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട് എന്നും ഓരോ മോളിക്കുള്ളിലും എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാമെന്ന്. SP, SP2, SP3, SP3D, DSP2, D2, SP3, SP3, D2 എന്ന് പല ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ഒരു മോളിക്കൂൾ തന്നാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു മോളിക്കൂളിന്റെ സെൻട്രൽ ആറ്റത്തിനാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുക. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര സിഗ്മ ബോണ്ടുകൾ ഉണ്ട് എന്നും അതിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആക്കി തരാം.
ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങൾ എല്ലാവരും വരിക. MO തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതിൽ O2ന്റെയും N2ന്റെയും F2ന്റെയും ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. H2 എന്ന് പറയുന്ന മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിന് കാരണം എന്താണെന്നൊക്കെ MO തിയറി വെച്ചുകൊണ്ട് പറയുവാനായിട്ട് നിങ്ങളോട് ചോദിക്കും. അത് കൃത്യമായി എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു കാരണവശാലും വിടാൻ പാടാത്ത ഒരു ടോപ്പിക്കാണ് ഇത്. ഉറപ്പായും എക്സാമിന് വരുന്ന ഒരു ടോപ്പിക്കാണിത്. തെർമോഡൈനാമിക്സ് ഗംഭീര ചാപ്റ്റർ എന്ന് പറയാൻ മറ്റൊന്നുമില്ല, എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇതിന് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ഒരേ ത്രാസിൽ വെച്ചാൽ ഇങ്ങനെ ഒരേ ലെവലിൽ നിൽക്കുന്ന രണ്ടാളുകളാണ്. തെർമോഡൈനാമിക്സ് വളരെ വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇടയിലൊക്കെ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. എന്താണ് എൻട്രോപ്പി, എന്താണ് ഗിബ്സ് എനർജി, എന്താണ് എൻതാൽപ്പി, എന്താണ് ഇന്ത്യൻ എനർജി എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകട്ടെ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഏതൊക്കെ ടൈപ്പ് സിസ്റ്റം എന്നുള്ളത് 1 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. കാരണം 1 മാർക്ക് നമുക്ക് വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നും സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്താണ് എന്നും അതിന് എക്സാമ്പിൾസ് ചോദിക്കും. ഈ കാര്യം ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, എക്സാമ്പിൾ എഴുതാൻ പറയും. എക്സാമ്പിൾസ് തന്നിട്ടില്ല ഏതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അങ്ങനെയും ചോദിച്ചേക്കാം. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്, പാത്ത് ഫംഗ്ഷൻ എന്താണ്, എക്സാമ്പിൾ സഹിതം എഴുതാൻ പറയും. എക്സാമ്പിൾസ് കുറച്ച് പോയിന്റ് തന്നിട്ട് ഫംഗ്ഷൻ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഏതൊക്കെ പാത്ത് ഫംഗ്ഷൻ അങ്ങനെയും ചോദിക്കാം. തെർമോഡൈനാമിക് പ്രോസസ് ഏതൊക്കെയാണ്, ഐഡിയാബാറ്റിക് പ്രോസസ് ഉണ്ട്, ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക് എന്ന് പറയുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഉണ്ടല്ലോ. ഡെൽറ്റ T=0, ഡെൽറ്റ P=0, ഡെൽറ്റ V=0 എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പഠിക്കാത്തവർക്ക് ഇത് കാണുമ്പോൾ ബേജാറായി തോന്നുന്നുണ്ടായിരിക്കും. ബേജാറിയേ വേണ്ട, ഈ പോയിന്റുകളെല്ലാം തന്നെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരുന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ വരിക. അത്രേ പറയാനുള്ളൂ. 7 മണിക്ക് കൃത്യം നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ലൈവിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്തേക്കുക. ലൈവ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് 1000 ലൈക്ക് വന്നാൽ ഉഷാറായി ഗംഭീരമായി, മറ്റൊന്നും പറയാനില്ല. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉറപ്പായും പഠിച്ചു പോവേണ്ട ഒരു ലോ ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അത് പഠിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്, പഠിച്ചു പോയേക്കുക. ചോദിച്ചാൽ നമുക്ക് എഴുതാം. CP-യും CB-യും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ അളിയന്മാരാണെന്ന് പറയരുത്. ഇത് ഒരുപാട് ദിവസം ഞാൻ പഠിക്കുന്ന ചളിയാണ്, കാര്യമില്ല. CP-യും CB-യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. CP - CV = R എന്ന് പറയുന്ന ഇക്വേഷനും അറിഞ്ഞിരിക്കണം. 1 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഡെറിവേഷൻ 2 മാർക്കിന് ചോദിക്കും. ഹെസ്സസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ, കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ, അത് എന്താണ് ഹെസ്സസ് ലോ എന്ന് ചോദിക്കും. ഹെസ്സസ് ലോ ചോദിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കുന്ന താഴത്ത് വരുന്ന വേറെ ഭാഗമാണ് ബോൺ ഹേബർ സൈക്കിൾ. ഹെസ്സസ് ലോ വെച്ച് കൂടുതൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാണ്ട്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നിട്ട് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ. ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും അടിപൊളിയായിട്ട് അതിന് അങ്ങനെയുള്ള പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ലൈവാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുക. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. അമ്മാര് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഡിസ്കസ് ചെയ്യും, നാളെ രാവിലെ ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഈസിയാക്കി മനസ്സിലാക്കി തരാം. വേറെ ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള സൂപ്പർ 6 നിങ്ങൾ കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ബോൺ ഹേബർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. ബോൺ ഹേബർ സൈക്കിൾ KCL-നെ അല്ലെങ്കിൽ NaCl-നെ വരയ്ക്കാനായിട്ട് വരും. കൂടുതലും NaCl-നെ വരയ്ക്കാനായിട്ട് വരിക. ആ KCL-ആണെങ്കിൽ എങ്ങനെയുള്ള ലൈവിൽ പറഞ്ഞുതരാം. NaCl-ന്റെ ബോൺ ഹേബർ സൈക്കിൾ വളരെ ഈസി ആയിട്ട്, ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ പോലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായി എക്സാമിന് സമീപിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക. ബോൺ ഹേബർ സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നാളെ എക്സാമിന് എഴുതും. ഞാനാണ് പറയുന്നത്, ഞാനാണ് പഠിപ്പിക്കുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസും നോൺ സ്പോണ്ടേനിയസ് പ്രോസസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഏതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്, എന്താണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്, അതുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഗിബ്സ് എനർജി ഉണ്ട്, എൻട്രോപ്പി ഉണ്ട്. എൻട്രോപ്പി ഈ സബ് ടോപ്പിക്ക് ഞാൻ എഴുതിയിട്ടില്ല. എൻട്രോപ്പി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടോ, ഗിബ്സ് എനർജി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ല, ഇതെല്ലാം ഈ ഇടയിൽ വരുന്ന പോയിന്റുകളാണ്. എൻട്രോപ്പി എന്താണെന്നും ഗിബ്സ് എനർജി എന്താണെന്നും അവിടെ എൻതാൽപ്പി വെച്ചുകൊണ്ട് എങ്ങനെയാണ്, ഗിബ്സ് എനർജി വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് പറയുക. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് അത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ ചോദിക്കും. ആ ഒരു ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ചോദിക്കും. എങ്ങനെ ചെയ്യാം എന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ പറയാം. ആറാമത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഈ തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം എന്ന ഭാഗത്ത് പല ആളുകളും തിരിഞ്ഞു പോയി നോക്കിയിട്ടുണ്ടായിരിക്കില്ല. കാരണം എന്താ, സ്കൂളിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ലൈവ് കാണാത്തവരായിരിക്കും. മക്കളെ, ലൈവ് കണ്ടോ, സെറ്റാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല ചാപ്റ്ററുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ലൈവ് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊന്നും എനിക്ക് ഒന്നും അറിയുന്നില്ല സാർ എന്ന് പറഞ്ഞ് ആരംഭിച്ച ക്ലാസ്സുകളാണ്. ലൈവിന്റെ അവസാനം അവർ പറഞ്ഞത് വേറെ കംപ്ലീറ്റ് ആയിട്ട് നേരെ ഉൾട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റി സാർ. ഇതൊക്കെയാണ് ഞാൻ സ്കൂളിൽ കേട്ടിരുന്നത്, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്, ഇപ്പൊ എനിക്കെല്ലാം അറിയുന്നുണ്ടെന്ന് പറയുന്നത്. ക്ലാസ് കാണാൻ അല്പം സമയം ചെലവഴിക്കുക കേട്ടോ. പലരുമുണ്ട് ലൈവ് ക്ലാസ് കണ്ടതുകൊണ്ട്, യൂട്യൂബിലെ ക്ലാസ് കണ്ടതുകൊണ്ട് എന്താ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അത് കണ്ടിരുന്ന ആൾക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതൊന്നും തന്നെ ലൈവിൽ കാണാത്ത ആളുകളോടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് സൂപ്പർ വരിക. ഇക്വിലിബ്രിയത്തിൽ എഴുതിയിരിക്കണം KP-യും KC-യും എന്താണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP പ്രഷറിന്റെ ടൈമിൽ പറയാം, KC കോൺസെൻട്രേഷൻ ടൈമിൽ പറയാം. KP-യും KC-യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം.
Le Chatelier പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. 10ാം ക്ലാസ് പഠിച്ചതാണെങ്കിലും ഒന്നുകൂടെ. ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്താണ്. ഇലക്ട്രോലൈറ്റ്സിൽ തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അതിന് തുടർച്ചയായി പഠിക്കുന്നതാണ് ആസിഡും ബേസും. ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നുള്ളത് അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസൺ ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ് ഉണ്ട്. ഈ 3 കൺസെപ്റ്റുകൾ പഠിച്ചിരിക്കണം. pHും pOHും എന്താണെന്നും pHും pOHും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ അതെന്താണെന്നുള്ളതും പറഞ്ഞുതരാം, എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുതരാം. കോമൺ അയൺ എഫക്ട് ബഫർ സൊല്യൂഷൻ, ഈ 2 ചോദ്യവും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഡിഫൈൻ ബഫർ സൊല്യൂഷൻ, ഡിഫൈൻ കോമൺ അയൺ എഫക്ട് വിത്ത് എക്സാമ്പിൾ ചോദിക്കും. എക്സാമ്പിൾ സഹിതം എഴുതി കൊടുക്കേണ്ടി വരും. ബഫർ സൊല്യൂഷൻ 2 ഉണ്ട്, അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് സെറ്റ് ആക്കി തരാം ഞാൻ. സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ആണ് കൂടുതലും ചോദിക്കുക. അതെങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ ഈസി ആക്കി തന്നെ പറഞ്ഞുതരാം. ഇത്രയും ടോപ്പിക്സ് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. പഠിക്കാത്തതുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. റിഡോക്സ് റിയാക്ഷനിലോട്ട് കടക്കുന്നുണ്ട്. കണ്ടു നോക്കി നിങ്ങൾ വിചാരിച്ച തിക്കുലപുരത്തിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ, വമ്പൻ ചാപ്റ്റർ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത്ര ടോപ്പിക്കേ ഉള്ളൂ, ഇതേ സാധനം ഉള്ളൂ. റിഡോക്സ് റിയാക്ഷൻ വളരെ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ഒരുപക്ഷെ ക്ലാസിഫിക്കേഷൻ എലമെന്റ്സിനേക്കാൾ ടോപ്പിക്സ് വളരെ കുറവായിട്ടുള്ള ആളാണ് ഇത്. വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി മീൻസ് ആ 3rd ചാപ്റ്റർ പോലെ തന്നെയാണ് വരുന്നത്. എങ്കിൽ തന്നെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താനില്ല. റിഡോക്സ് റിയാക്ഷൻ പഠിച്ച് സെറ്റാക്കി പോകുക. റിഡോക്സ് റിയാക്ഷൻസിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാറുള്ളത് എന്താണ് ഓക്സിഡേഷൻ നമ്പർ, എന്താണ് ഓക്സിജൻ നമ്പർ അല്ല, ഓരോ ആളുകളെയും ഓക്സിജൻ നമ്പർ എങ്ങനെയാണ്, ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്, ഹൈഡ്രജന്റെ, സോഡിയത്തിന്റെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും സെക്കൻഡ് ഗ്രൂപ്പിന്റെയും, ഫ്ലൂറിന്റെയും, ക്ലോറിന്റെയും, ബ്രോമിന്റെയും, അയഡിന്റെയും. ചില ആളുകളുടെ ഓക്സിജൻ സ്റ്റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും, ചിലരുടെ മാറിക്കൊണ്ടേയിരിക്കില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് ഇനീഷ്യൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നതാണ്. പല ആളുകളുടെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചൊന്ന്. സ്റ്റോക്ക് നൊട്ടേഷൻ, അയ്യോ പൊന്നെ, ഒരു കാരണവശാലും നോക്കാതെ പോകാൻ പാടാത്ത ഒരു എന്തോ സംഭവം. ഇത് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ എക്സാമിന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റോക്ക് നൊട്ടേഷൻ നിർബന്ധമായി പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഒരു കോമ്പൗണ്ട് തന്നിട്ട് ആ കോമ്പൗണ്ട് സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനായിട്ട് പറയും. റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെ എന്താണ് റിഡോക്സ് റിയാക്ഷൻ ഉള്ളത്? ഓക്സിഡേഷൻ പല ടേമുകളിൽ പറയാം, റിഡക്ഷൻ പല ടേമുകളിൽ പറയാം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണ് റിഡോക്സ് റിയാക്ഷനുകൾ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും പ്രത്യേകം നമുക്ക് പഠിക്കും. അതിനുശേഷമാണ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ? C/D ആണ്. ഒരു സിയും 3 ഡിയും. C/D ഇങ്ങനെയാണ് പഠിക്കുന്നുണ്ടായിരിക്കുക. C/D ഇങ്ങനത്തെ 4 റിഡോക്സ് റിയാക്ഷനുകളാണ്. 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷനുകളാണിത്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഒന്നും പഠിക്കാത്തവരോടാ പറയുന്നത്. ഇത് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് ഇത് പഠിച്ചില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഓക്കെ, പഠിച്ചവരാണെങ്കിൽ 1-2 പ്രോബ്ലം വെച്ച് ചെയ്ത് നോക്കുക, ഫുൾ മാർക്ക് അടിക്കാം. അല്ലാതെ ഈ സമയത്ത് ഇത് മാത്രം പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുകയേ വേണ്ട, വിട്ടേക്ക്. ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ളൂ. ഒന്നും പഠിക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉണ്ട്. ഈ 2 മെത്തേഡ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അസിഡിക് മെറ്റീരിയൽ പഠിക്കണം, ബേസിക് മെറ്റീരിയൽ പഠിക്കണം. നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഈ +1 കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്ററുകളാണെന്നും ആ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരമാവധി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കെല്ലാം തന്നെ വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലും, പഠിച്ചു കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ റിവിഷൻ എന്ന കണക്കിരിക്കുമെങ്കിൽ എങ്ങനെയുള്ളവരാണ് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് പ്രയോജനപ്പെടും. ഇവിടെ പറയുന്ന പല ടോപ്പിക്കും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ലൈവിൽ ആ ചോദ്യം പറയുമ്പോൾ ആ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. ആ ചോദ്യം വന്നാൽ എങ്ങനെ എഴുതാം എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുക, അതുപോലെയുള്ള ഏത് ടൈപ്പ് ചോദ്യം വന്നാൽ എന്റെ മക്കൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ഇന്നത്തെ വൈൽ ലൈവിൽ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. സൂപ്പർ 60 കേരളക്കാർ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈവ് സെഷനാണ്. ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. 6:50 ആകുമ്പോൾ എല്ലാവരും ലൈവിൽ നാളെ വന്നിരിക്കണം. ഈ ഒരു വീഡിയോന്റെ ലിങ്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. നാളത്തെ എക്സാം നമുക്ക് ഒരുമിച്ച് നേരിടേണ്ടതാണ്. +1 കെമിസ്ട്രി നമ്മൾ തകർത്തെടുക്കുക തന്നെ ചെയ്യും, അല്ലടാ.